ഹായ് ഗൈസ്, നമ്മളിന്ന് വീണ്ടും പുതിയ ഗ്രൂപ്പുകളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പോകണം. കുറച്ച് നേരം നമുക്ക് റീൽസ് കാണാം. ഗ്രൂപ്പുകളിലെ റീൽസ് കാണാം. എന്താടാ ഇതിൻ്റെ അകത്തൊന്നും പറയാനില്ല? പറയും. വേണ്ടാത്ത വീഡിയോ എല്ലാം അയച്ചു തരും. ിൽ അമ്മയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയായ മകൻ ആഷിഖിന്റെ മൊഴി പുറത്ത്. ജന്മം നൽകിയതിനുള്ള ശിക്ഷയാണ് താൻ നടപ്പാക്കിയതെന്നാണ് ആഷിഖ് പോലീസിന് മൊഴി നൽകിയത്. എനിക്ക് ജന്മം എടാ, തന്തലക്കഴിവറിയുന്നൊക്കെ ഇല്ലേ, 16 കഷ്ണിക്കണം. 16 കണ്ട ബേട്ട് പൂറിമേൻ്റെ കാര്യം. ഇവനെയൊക്കെ എങ്ങനെയാ പറയാതിരിക്കുന്നത്? സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു ഇവൻ്റെ. എടാ, ഇവനെ 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 കൊല്ലുകയല്ലേ ഉണ്ട്. ഇവനെ വാക്കുകൾ വരുന്നില്ല. മയില് പിഴച്ച വാക്കുകളാണ് വരുന്നത്. ഒന്നും ഒത്തിരി പറയാനും പറ്റത്തില്ല. ഇതാ ഏറ്റവും വലിയ കുഴപ്പം. ഇവൻ്റെ കാരണം ഒന്നും അടിച്ച് പൊട്ടിച്ചിട്ട് കാര്യമില്ലടാ. ഇവനെ അതിദാരുണമായിട്ട് കൊല്ലണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദാരുണമായിട്ട് കൊല്ലണം. പിന്നെ ജയിലിൽ വിട്ടൊരു കാര്യമില്ല, കൊന്നുകളയണം. ഈ പൊലയടിമോനെയൊക്കെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. തന്തയില്ലായി കാണിക്കുന്നതിന് കൈ കാണും. സ്വന്തം അമ്മയെ വെട്ടിക്കൊന്നു കണ്ട പറയെല്ലാം അടിച്ചു കയറ്റിട്ട് നൽകിയതിന്റെ ശിക്ഷയായിട്ടാണ് ഞാൻ കൊച്ചു പൊലയടിമോന്റെ കാര്യം കൊന്നു. ഇതെന്നെ അപരാധമാണ്. ഇത് ചോറ്റാനിക്കല് ഒരു ഫ്ലാറ്റിൽ ചാടി മരിച്ച സംഭവം. എന്തെല്ലാം വാർത്തയാണ് ഈ വരുന്നത്? എന്തോ ഇങ്ങനെ ഭയങ്കര സീനാണ് കേട്ടോ. ഈ ചോറ്റാനിക്കലെ കൊന്നവൻ. എടാ, അവനെ കൊന്നു കളയണോ ഞാൻ പറയുന്നത്? അവനെ കൊല്ലണം. ചുമ്മാ കൊന്നാൽ പോരാ. ആദ്യം അവൻ്റെ ചുണ്ണാണി മുറിച്ചു അവൻ രണ്ടായിട്ട്. എനിക്ക് കുറെ കരിപ്പിനും കാതലാണ് ഈ 2005 മുതലുള്ള 2005 അല്ല 2001 2005 അല്ല ആകെ തന്നെ മയില് കുറെ കുഞ്ഞുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ചുമ്മാ ഊമ്പിത്തരത്തിന് കയ്യും കാലും വെച്ചു. കുറെ പണിയില്ല. ചുമ്മാ അപരാധം കാണിച്ച് നടക്കും. ഇവനെയൊക്കെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഇത് പിടിച്ച പിറ്റേ ദിവസം കൊല്ലണം. അതിൻ്റെ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. വേറെ അപ്പുറം പോകരുത്. അപ്പുറം പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ ഊമ്പിത്തരം വീണ്ടും കാണിക്കും. ഇവന്ന് ജാമ്യം പറയുന്നൊക്കെ പറഞ്ഞ് കൊടുക്കും. പിടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊല്ലണം. ആണും പെണ്ണും എല്ലാം കണക്കായി. എന്നെ അപരാധിച്ച ജീവിതമാണ് ഇതൊക്കെ. കൂളിപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള 3 ഗുണങ്ങൾ. ഒന്ന്, ഓറൽ ക്യാൻസർ, വായിൻ്റെ ചുറ്റും ഉണ്ടാകുന്ന ക്യാൻസർ. രണ്ടാമത്തത് ലൈംഗിക ശക്തി കുറയും. കണ്ടോണ്ടിങ്ങനെ ഊമ്പിയിരിക്കത്തുള്ളൂ. നമ്മളെല്ലാം പെണ്ണ് കിട്ടത്തില്ല, പെണ്ണില്ല, പെണ്ണ് വേണ്ട. പെണ്ണില്ലെങ്കിലും ജീവിക്കാടാ. പെണ്ണ് വേണമെന്ന് ഇത്ര ആവശ്യമില്ല. क्या अपराध है भाई? എടാ, എനിക്കാ ഇരുന്ന് തൂറുന്നവനെ അറിയാൻ മേലാത്തെ. ആരെങ്കിലും തൂറാൻ കയറാൻ നേരത്ത് വാതിലടയ്ക്കാതിരിക്കുവോ? ആ തൂറുന്നവന്റെ കുണ്ടി അരിഞ്ഞു കളയണം. ആ പൊട്ടനല്ലേ ആ വാതിൽ. എന്നിട്ട് വീണ്ടും ഒരു നപ്പിയിടുന്നു. പാൻറ് കയറ്റാനുള്ള പാൻറ് കയറ്റാൻ അപ്പിയെല്ലാം മാറി.
ഞാൻ ഇന്നുവരെയും കക്കൂസി പോയിട്ട് കുറ്റിയിടായിരുന്നിട്ടില്ല. എന്നാ വാണത്തിനാണ് അതൊക്കെ ശിവന്തിമാണെന്ന് നീ പറയണ്ടേ. അവൾ ഊമ്പിക്കും പഠിക്കും. ধনকে দেখলু তুই ননিস না মনকে চিনলু নাই, সোনাকে চিনলু বানাকে চিনলু মনুষ চিনলু নাই। ধন নাই বলি মোর পাকে ননি তার কাজে উঠি গল, ধন আছে সিনা মন। നല്ല പാട്ടല്ലേ. ഇവിടെ ഇപ്പൊ ഏതാണ്ട് കാസർഗോഡ് തന്നെ ആരാണ്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊറേ നാളായല്ല സീനിൽ വന്നിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞു കണ്ടില്ലല്ലേ. ഓ നീ പിന്നെ അങ്ങ് പടർന്ന് പന്തലിച്ച് നിൽക്കുമല്ലേ. അത് പന്തലിച്ചോളൂ. നീ എന്തുണ്ടാക്കിയിട്ടാണ് കളിക്കുന്നത്? എക്സ്ക്യൂസ് മീ ബ്രദേഴ്സ്, എന്റെ അനിയനെ ഒരു നിലയിൽ എത്തിച്ചിട്ട് മതി എന്റെ അംഗം ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷെ ഇപ്പോ ഞാനൊന്ന് പയറ്റാൻ തീരുമാനിച്ചു. ഉറുമി എടുത്തായിരിക്കും. കൊറേ നാളായല്ല സീനിൽ വന്നിട്ട് ഇതുവരെ ഒന്നും തെളിഞ്ഞു കണ്ടില്ല. അതൊന്നും മനസ്സിലായില്ല കേട്ടോ. അതൊന്നും പറയാൻ പറ്റില്ല. ശുദ്ധ ഊമ്പിത്തര. പക്ഷെ ഒരു കാര്യം പറയാം, അവൻ്റെ ആഗ്രഹമല്ല അവൻ കളിക്കട്ടെ. ഊമ്പിത്തര അത് വേറെ കാര്യം. മനുവേ, ഇന്ന് നമുക്ക് ഫുട്ബോൾ കളിച്ചാലോ? ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ അടുത്തൊരു കടയുണ്ടെന്നാഗ്രഹം. വരാം. മനുവേ, നീ വന്നോ? ചെറുക്ക ഒരു അഭിനയമോക്കി കേട്ടോ. പാവത്താനാന്ന് തോന്നുന്നു. നല്ല ഇതാ. അവൻ കഴിവുള്ളവന്. അവൻ വരട്ടെ. ¿Qué es eso? ¿Es un vinilo? Estás simulando la creación de un vinilo. ¿Y qué canción será? A ver, ¿qué me habéis mandado? കൂട്ടുകാര് പൊലയടിമക്കൾ അയച്ചായിരുന്നു. ഊമ്പും വീട്ടുകാരുടെ വീട് കാണുമ്പോൾ അങ്ങനെ കുറെ വാണങ്ങളുണ്ട്. ഇപ്പോഴും ഇത് പിടിച്ചിട്ടുണ്ട്. ഹലോ, ആരാ? പ്രഭുവേ വാടാ. എന്താ ഏട്ടാ? അവന്റെ കോളേജൊന്ന് പോണം. എന്തു പറ്റി? എന്താന്ന് എനിക്കറിയില്ല. വാ. ബാക്കിയില്ലടാ. എന്നാ സുന്നാണി പരിപാടിയാടാ അത്. ആളൊരു രസികനാണല്ലോ. ഞാൻ രസവും സാമ്പാറൊന്നും കഴിക്കാറില്ല. നല്ല ശുദ്ധ നോൺ വെജ്. 2022 ഡയമണ്ട് അവാർഡ് ഞാൻ രസവും സാമ്പാറും. പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വന്നത് നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. 13 വയസ്സ് മുതൽ നമ്മുടെയൊക്കെ മകളുടെ പ്രായമേ ഉള്ളൂ ഒരു പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന്, ലൈംഗിക ചൂഷണത്തിന് ഇരയാവുകയാണ്. ലൈംഗിക ബന്ധം ഇവിടെ എല്ലാം പീഡനം, അപരാധം എല്ലാം. എന്റെ പൊന്നു പിള്ളേരെ, നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല. ഇതൊക്കെ എന്നാ അപരാധമാണ്. ചുമ്മാ പീഡിപ്പിച്ച് ജോലി ചെയ്ത് ജീവിക്കണ. പീഡിപ്പിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. പീഡനം എന്തോ എന്നാ ചെയ്യണ. മനുഷ്യരൊക്കെ ഇപ്പം വെറും നരഭൂജികളുടെ ചിന്താഗതിയല്ല മനുഷ്യന്മാർക്കും. മൃഗമായിട്ടൊക്കെ ജനിക്കണേന്. മൃഗമായിട്ടും ജനിക്കാൻ മേല. മൃഗമായിട്ട് ജനിച്ച ഇത് മൃഗമായിട്ട് ജനിച്ചതിൻ്റെ ഒരു ശുദ്ധ ഊമ്പിത്തരയി കാണിക്കും. ചുണ്ണാണി വെച്ചിട്ട് കൊടുക്കും. അത് സ്വന്തം ഭാര്യയ്ക്ക് കൊടുക്കും. ഇപ്പം അല്ലേ ഫ്യൂരി? ഇപ്പം ഫ്യൂരി അല്ലേ? കണ്ടോ, പട്ടിയുടെ ചുണ്ണാണി വെച്ചിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്നു. നീ ഒന്ന് കണ്ടതോ? നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതാണ്. നമ്മുടെ കൂട്ടുകാർ മരിച്ചിട്ടില്ലാരും, അതുകൊണ്ട് എല്ലാ ദിവസവും റീൽസ് വരുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ, ഗുഡ് നൈറ്റ്.